അല്ല, കഴിവല്ല വിജയത്തിന്റെ മാനദണ്ഡം. വിജയത്തിന്റെ മാനദണ്ഡം ഒരിക്കലും കഴിവ് മാത്രമായി കണക്കാക്കാൻ പറ്റില്ല. ഇപ്പൊ ചീറ്റപ്പുലികൾ, വേഗത്തിലോടുന്ന ചീറ്റകൾ ഒരിക്കലും നല്ല വേട്ടക്കാരെയല്ലല്ലോ. മണിക്കൂറിൽ 128 കിലോമീറ്റർ വേഗത്തിലൊക്കെ ചീറ്റകൾ ഓടും. പക്ഷേ ഈ ചീറ്റകൾ 50% വേട്ടയിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. 100 അടി ഓടിക്കഴിഞ്ഞാൽ ചീറ്റകൾ തളർന്നു പോകും, അവർ പിൻവാങ്ങും, അവർ വിശ്രമിക്കാൻ പോകും. പക്ഷെ ആഫ്രിക്കൻ വേട്ട നായ്ക്കളുണ്ട്, ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ്. അവര് മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗത്തിലൊക്കെ ഓടുന്ന സാധാരണ ജീവിയാണ്. പക്ഷെ വേട്ടയാടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ 90-95% വിജയിച്ചു മാത്രമേ മടങ്ങി വരാറുള്ളൂ. കാരണം അവർ ഈ ഇരകൾക്ക് പിന്നാലെ നിരന്തരം 1, 2, 3 മണിക്കൂർ ഓടും. ഇരകളെ തളർത്തി അതിനെ ചാടി പിടിക്കുന്നതാണ് അവരുടെ പതിവെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി നിതാന്തമായി ലക്ഷ്യത്തിന് പിന്നാലെ ഓടുന്നവർക്ക് മാത്രമാണ് വിജയം കൈവരിക്കാനുള്ള അതിനുള്ള എബിലിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. യു ഡോണ്ട് ഹാവ് ടു ബി എക്സ്ട്രീം ബട്ട് കൺസിസ്റ്റന്റ് എന്നുള്ളതാണ് വിജയ രഹസ്യം എന്ന് പറയുന്നത്.